അവളുമാരെവിടെ? ഇപ്പൊ വരുമായിരിക്കും. ആ നായകനെത്തിയല്ലോ. അവളെ വിളിച്ചോ? ആ വിളിച്ചായിരുന്നു. ഇപ്പൊ എത്തുമായിരിക്കും. വരുന്നു. ഏയ് 1.5 മണിക്കൂറായതോ. ഋഷി, നമുക്ക് നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു തവണ കൂടി വരണം. പിന്നെ എന്താ, വരാലോ. നമ്മളും നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് വരാം. എന്തിനാടി അവൻ ഇത്ര രാവിലെ കഫേയിലേക്ക് ചെല്ലാൻ പറഞ്ഞത്? അറിയില്ലടി. നീ പോയിട്ട് എപ്പോഴാ തിരിച്ചു വരുന്നേ? പോകുന്നു. എവിടേക്ക്? ദേവന്റെ ഓർഫണേജിലെ മദറിന് തീരെ വയ്യ. അതുകൊണ്ട് എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഞാനും വരാം ഋഷി. നീ വരണ്ട, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. പെട്ടെന്ന് വരില്ലേ? ഞാൻ എന്നേക്കോട്ടൊന്നും പോകുമല്ലോ എന്റെ ദേവാ. ഞാൻ തിരിച്ചു വരും. നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലേ? ഞാൻ വന്നിട്ട് നിന്റെ പേരൻസിനോടൊക്കെ സംസാരിച്ച് നമ്മുടെ മാരേജ് സെറ്റ് ആക്കാം. ഋഷി, നീ എവിടാ? നിനക്ക് 5 വർഷമായി നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഓ, എഴുന്നേറ്റോ? അച്ഛനെവിടെ? ഞാനിവിടെ ഉണ്ട് ഭാവേ. അച്ഛൻ പറഞ്ഞ വർക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്റെ ഭാവേ, നിനക്ക് ഈ വർക്ക് ഓഫീസിൽ പോയതും ചെയ്തൂടെ? എവിടെ ഇരുന്നാലും വർക്ക് ചെയ്താ പോലെ. മതി മതി, ഇനി അവളെ നോക്കി പേടിപ്പിക്കണ്ട നീ. അമ്മ, ഞാൻ പോവാ. ലേറ്റ് ആവല്ലേ? ഇന്ന് പ്രവീൺ ദേവും വരുന്നുണ്ട്. അവൻ വരുന്നുണ്ടോ? ഞാൻ നേരത്തെ വരാം. യാമി, ശ്രേയ, അവനെ കുറിച്ച് എന്തെങ്കിലും? 5 വർഷമായില്ലേ? എനിക്ക് എത്ര നാളെ ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നത്. ഇങ്ങനെ കരയാതെ നമ്മൾ കണ്ടുപിടിക്കും. ഈ 5 വർഷത്തിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം പോലും അവനെ കുറിച്ച് അന്വേഷിക്കാതെ നമ്മൾ ഇരുന്നിട്ടുണ്ടോ? ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി എത്ര വർഷം എടുത്താലും നമ്മൾ അവനെ കണ്ടുപിടിക്കും. ആ, നീ എത്തിയോ? യാമി എവിടെ? രവിയേട്ടനും ദേവ ചേച്ചിയും വരുന്നുണ്ട്.
അതുകൊണ്ട് അവള് പോയി. ഓക്കെ അല്ലേടി? പാവം ഒരുപാട് കരഞ്ഞു. വാവേ, ഇത് വായത് എന്തൊരു പ്രഹസനം. അമ്മ വന്നേ, എനിക്ക് ഫുഡ് തന്നെ. എന്താണ് ചേച്ചി, നീ അവിടെ പട്ടിണിയായിരുന്നു? എവിടെ ചെന്നാലും എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് എത്ര ടേസ്റ്റ് വരുമോ? വാവേ, നീ ഇപ്പൊ കുളിച്ചിട്ട് വാ. അവളോട് സംസാരിക്കണ്ടേ? പിന്നെ സംസാരിക്കാതെ എത്ര നാളെ ഇങ്ങനെ? നമുക്ക് സംസാരിക്കാം. വാവേ, അച്ഛാ. എന്താച്ചാ? ഒന്നുമില്ല വാവേ, നീ കഴിക്ക്. അപ്പൊ ഗൈസ്, ഗുഡ് നൈറ്റ്. അവളോട് ഇതിനെ കുറിച്ച് പറയണ്ടേ? വേണ്ട, നാളെ അവർ വരട്ടെ. വാവേ അറിയാതെ എങ്ങനാ? വാവേ, എത്ര നാളായി ഇങ്ങനെ? എന്നെ ഋഷിയെ കണ്ടെത്തുന്നതായി. ഏട്ടാ, അവള് സമ്മതിക്കുവോ? എല്ലാം ഓക്കെ ആവും, നീ ടെൻഷൻ അടിക്കാതിരിക്കുക. പുറത്തേരെ വന്നേ, നീ റെഡിയാവ. ഞാൻ എന്തിനാ റെഡിയാവുന്നേ? അത് നിന്നെ പെണ്ണ് കാണാം. ഋഷി, ഞാൻ സമ്മതിക്കില്ല. വാവയെ റെഡി ആവാനാ നിന്നോട് പറഞ്ഞത്. മോള് ഓക്കെ അല്ലേ? അവൾക്ക് ചെറിയൊരു തലവേദന. ഇത് ഞാൻ സമ്മതിക്കുമെന്ന് ആരും കരുതണ്ട. വാവേ, എന്റെ ലൈഫിൽ ഋഷി മാത്രമേ ഉള്ളൂ, അവൻ മാത്രം. എന്നോ നിന്നെ ഇട്ടിട്ട് പോയ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും അറിയാത്ത ഒരുത്തിന് വേണ്ടി എന്തിനാ നീ നിന്റെ ജീവിതം ഇല്ലാതാക്കുന്നത്? അമ്മേ, ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇതിന് ഞാൻ സമ്മതിക്കില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീ എത്ര നാളായി ഇങ്ങനെ? നീ നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഒരു തവണ നീ നിന്റെ അച്ഛനെയും അമ്മയെ കുറിച്ച് ചിന്തിക്ക്. നീ എന്താ കരുതുന്നത്? അവരുടെ മുന്നിൽ നീ സന്തോഷമുള്ളതുപോലെ അഭിനയിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ലെന്നോ? എത്രയൊക്കെ ആയാലും നിന്നെ 10-26 വർഷം കൊണ്ട് കാണുന്നതല്ലേ. നിന്റെ ചെറിയൊരു ഭാവമാറ്റം പോലും
അവർക്ക് മനസ്സിലാവും. നിന്നെ കുറിച്ച് ഓർത്ത് അവര് നേറി കഴിയും ഓരോ ദിവസവും. നീ ഇനി അവരെ വേദനിപ്പിക്കരുത്. എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണ്. വാവേ, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. ബട്ട് ഋഷി തിരിച്ചു വന്നാലോ, ഞാൻ അവനെ കണ്ടുപിടിച്ചാലോ, ഈ കല്യാണത്തിന് മുന്നോ അത് കഴിഞ്ഞിട്ടോ ഞാൻ അവൻ്റെ കൂടെ പോകും. അന്ന് ആരും എന്നെ തടയരുത്. അതിന് സമ്മതമാണെങ്കിൽ ഈ കല്യാണത്തിന് എനിക്ക് സമ്മതം. ഏട്ടൻ അവനോട് ചോദിക്കേ. സിദ്ധാർത്ഥ കൂടുതലുണ്ട്. ഋഷി തിരിച്ചു വന്നാൽ അതെപ്പോഴായാലും നിനക്ക് അവൻ്റെ കൂടെ പോകാം. ഞാൻ ഒരിക്കലും അതിന് തടസ്സം എനിക്കില്ല. എന്തെങ്കിലും വിവരം കിട്ടിയൂടെ? ഇല്ലടി, ആർക്കും ഒരു വിവരം കിട്ടിയില്ല. ഓ, ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നേ? സോറി ചേച്ചി, ലേറ്റ് ആയിപ്പോയി. ആളെവിടെ? മുകളുണ്ട്, ചെല്ല്. നിങ്ങൾ വന്നോ? യാമി, യാമി നീ വിഷമിക്കാതെ, ഞങ്ങളുണ്ട്. அகிலத்தின் ஓசைகள் நின்று விட வேண்டும். அவள் விடும் சுவாசத்தின் சத்தம் மட்டும் வேண்டும். நட்சத்திர மண்டலத்தில் ஓரிடம் வேண்டும். நாங்கள் மட்டும் பேசிக்கொள்ள தனி மொழி வேண்டும். கண்ணசைவில் மின்னல் விழ, புன்னகையில் பூக்கள் விழ, கையசைவில் வானம் விழ, பெண்ணசைவில் நானும் விழவே. காதல் வந்ததே, காதல் வந்ததே. മധുരമേ ക്ഷണമേ ഓജലേ, മധുരമേ ക്ഷണമേ, മധുരമേ ക്ഷണമേ ഓജലേ. மழை நனைய வைத்தது ஒரு நாள், அதில் மயங்கினேன். அலை
கரையை தீண்டிய திருநாள் மனம் கிறங்கினேன். உன்னை நான் பார்த்த முதல் நாள் வீழ்ந்தினே எதனால்? உன் கண் என்னும் சிறகினால். मन मस्त मगन बस तेरा नाम दोहराए मन मस्त मगन बस तेरा नाम दोहराए चाहे भी तो भूल न पाए मन मस्त मगन बस तेरा नाम दोहराए मन मस्त मगन तेरा नाम. ആമേ, ആ കുട്ടി കണ്ണു തുറന്നു. ആണോ? ഞാനാ വരുന്നു. ഡോക്ടർ വന്നോ? ആ, വന്നിട്ടുണ്ട്. ഡോക്ടർ അമ്മയോ? ആ ഡോക്ടർ, അയാൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? അയാളിപ്പോ ഓക്കെയാണ്. ബട്ട് എന്താ ഡോക്ടർ? അയാളുടെ ഹെഡിലെ ഇഞ്ചുറി നല്ല ഡീപ്പാണെന്ന്, അതുകൊണ്ടൊരു മെമ്മറി ലോസിന്റെ ചാൻസ് വളരെ വലുതാണെന്ന്. ഒന്നെങ്കിൽ ഒരു പാർഷ്യൽ മെമ്മറി ലോസ്, ലൈക്ക് ഷോർട്ട് ടൈം, ഒരു 5 months 5 years ആ ഒരു ഗ്യാപ്പിലെ കാര്യങ്ങൾ മറന്നു പോവാം. അല്ലെങ്കിൽ ഒരു ഫുള്ളി മെമ്മറി ലോസ്. ഒരു പാർഷ്യൽ മെമ്മറി ലോസ് ആണെങ്കിൽ 1 to 3 months മെഡിസിൻ കൊണ്ട് തന്നെ അത് ക്യൂർ ആക്കാം. ഒരു ഫുള്ളി മെമ്മറി ലോസ് ആണെങ്കിൽ എപ്പോഴാ തിരിച്ച് മെമ്മറീസ് ഒക്കെ വരുന്നതെന്ന് വി കാൻ പ്രെഡിക്റ്റ്. മേ ബി ഒരു 1 month ആകാം, അല്ലെങ്കിൽ 6 months ആകാം, അല്ലെങ്കിൽ 1 year ആകാം. അയാളുടെ കേസിലും ഒരു ഫുൾ മെമ്മറി ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അയാൾ ആരാണെന്ന് പോലും അറിയില്ല. ഇനി എന്താ ചെയ്യാ? എനിക്കും അയാളെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. താനൊരു ഐഡന്റിറ്റി അയാൾക്ക് കൊടുക്കുക. എന്നുവെച്ചാ? താനൊരു ഫേക്ക് നെയിമും ഡീറ്റെയിൽസും കൊടുത്തിട്ടല്ലേ അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത്. അത് തന്നെ കൊടുക്കുക. ഓർമ്മ വരുന്നിടം വരെ ഈ ഐഡന്റിറ്റി അയാളെ നോക്കട്ടെ. ആദ്യമായിട്ടാ